ടെക് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷനിലേക്ക് കടക്കാം. നമ്മൾക്ക് ആദ്യമായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇറർ ഓഫ് കമ്മീഷൻ എന്നുള്ളതാണ്. ഇറർ ഓഫ് കമ്മീഷൻ എന്താണ്? അതിന്റെ രണ്ട് എക്സാമ്പിൾസ് നൽകുക. എന്താ ഇറർ ഓഫ് കമ്മീഷൻ? നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഇറർ ആണല്ലേ. അതിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ ഇററുകൾ ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ടാകും ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇറർ ഉണ്ടാവുക? ഒന്നെങ്കിൽ റോങ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ക്ലിയർ ആണോ? വിത്ത് ഇൻകറക്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ എഴുതുന്നു. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. നമ്മളൊരു പർച്ചേസ് നടത്തി, അത് നടത്തിയത് അരുണിൽ നിന്നാണെന്ന് വിചാരിക്കുക, ക്രെഡിറ്റ് പർച്ചേസ്. നമ്മൾ കറക്റ്റായിട്ട് പർച്ചേസ് അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്തു. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത് റോങ് സപ്ലയറെയാണ്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് അരുൺ എന്നുള്ളതാണ് ജേർണൽ എൻട്രി, അരുണിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പക്ഷെ നമ്മൾ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തത് അർജുനെയാണ്. പർച്ചേസ് അക്കൗണ്ടിൽ കറക്റ്റായി ഡെബിറ്റ് ചെയ്തു, പക്ഷേ ക്രെഡിറ്റ് ചെയ്തത് അരുണിൻ്റെ അക്കൗണ്ടിന് പകരം അർജുൻ്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്തു. അവിടെ എന്താ സംഭവിച്ചത്? റോങ് അക്കൗണ്ടിലാണ് റെക്കോർഡിംഗ് നടന്നത് അല്ലെങ്കിൽ പോസ്റ്റിംഗ് നടന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. അവിടെ ആ പർച്ചേസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ഡെബിറ്റും ക്രെഡിറ്റും വന്നു, പക്ഷേ ക്രെഡിറ്റ് എഴുതിയത് റോങ് അക്കൗണ്ടിലായി. പ്രോപ്പറായി ഡെബിറ്റും ക്രെഡിറ്റും വന്നതുകൊണ്ട് ട്രയൽ ബാലൻസ് അഫക്റ്റഡ് ആകത്തില്ല. പക്ഷേ അത് നമ്മളുടെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം എന്താണ്? കാരണം അരുൺ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റർ ഉണ്ടായി, പക്ഷെ അതിന് പകരം ആരെയാ ക്രെഡിറ്റ് ചെയ്തത്? അർജുനെയാ ക്രെഡിറ്റ് ചെയ്തത്. ക്ലിയർ ആണോ? സപ്ലയർ മാറിപ്പോയി. ഓക്കെ അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കും, പക്ഷെ ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല. ഇങ്ങനെയുള്ള ഇററിനെയാണ് ഇറർ ഓഫ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറർ ഓഫ് കമ്മീഷൻ എന്താണ്? ഒരു പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ഇറർ ആണ്. ഏത് സാഹചര്യങ്ങളിലാണ് ഇറർ ഓഫ് കമ്മീഷൻ ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുക? വെൻ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ബട്ട് ഇൻ റോങ് അക്കൗണ്ട്, റോങ് അക്കൗണ്ടിൽ കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നു, ഓർ വിത്ത് ഇൻകറക്റ്റ് ഡീറ്റെയിൽസ്. ക്ലിയർ ആണോ? ഇത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുമോ? ദിസ് ഇറർ ഡസ് നോട്ട് അഫക്ട് ദി ട്രയൽ ബാലൻസ്. കാരണം എന്താ? ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എൻട്രീസ് അവിടെ വന്നു കഴിഞ്ഞു. ആ ഒരു എൻട്രി നടത്തിയത് റോങ് അക്കൗണ്ടിലാണെന്നുള്ളതേ ഉള്ളൂ. പ്രോപ്പറായി ഡെബിറ്റും ക്രെഡിറ്റും വന്നിട്ടുണ്ട്. സോ ട്രയൽ ബാലൻസ് അഫക്റ്റഡ് ആകത്തില്ല. പിന്നെ എന്ത് അഫക്റ്റഡ് ആവും? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഫക്റ്റഡ് ആവും. അതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇറർ ഓഫ് കമ്മീഷൻ എന്താണ്? രണ്ട് എക്സാമ്പിൾ നൽകാൻ പറഞ്ഞു. എക്സാമ്പിൾസ് ആണ് താഴെ നൽകിയിരിക്കുന്നത്. ഒരു പർച്ചേസ്, ഗുഡ്സിന്റെ പർച്ചേസ് അക്കൗണ്ടിൽ കറക്റ്റായി ഡെബിറ്റ് ചെയ്തു, പക്ഷേ സപ്ലയറുടെ പേര് മാറിപ്പോയി, റോങ് സപ്ലയർക്കാണ് ക്രെഡിറ്റ് ചെയ്തത്. രണ്ടാമതൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. പോസ്റ്റിംഗ് എ പേയ്മെന്റ് ഓഫ് സാലറി ടു റെന്റ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരേണ്ടത്. സാലറി പേ ചെയ്തു, പക്ഷെ സാലറിക്ക് പകരം റെന്റ് പേ ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതിപ്പോയത്. സാലറി അക്കൗണ്ട് എറ്റർ ടു ക്യാഷ്, റെന്റ് അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് എന്ന് എഴുതി. ക്ലിയർ ആണോ? പക്ഷെ അവിടെ ട്രയൽ ബാലൻസ് അഫക്റ്റഡ് ആകത്തില്ല. കാരണം സാലറി ആണെങ്കിലും റെന്റ് ആണെങ്കിലും എക്സ്പെൻസ് ആണ്, രണ്ടിനും ഡെബിറ്റ് ബാലൻസാ. സോ ആ എമൗണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നെ വരും. ക്ലിയർ ആണോ? ക്യാഷ് പ്രോപ്പറായി ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു, അത് ക്രെഡിറ്റിലും വരും. സോ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവും, ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ അവിടെ റോങ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റിംഗ് പോയത്, അല്ലെങ്കിൽ റെക്കോർഡിംഗ് പോയിട്ടുള്ളത്. ഇവിടെ റെക്കോർഡിംഗ് റോങ് അക്കൗണ്ടിലേക്ക് പോയി. ക്ലിയർ ആണോ? സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം റെന്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. സോ ഇതിനെയാണ് ഇറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ മാർഷലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി? നമ്മൾ ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു അല്ലേ? ബാലൻസ് ഷീറ്റ് നമ്മൾ പഠിച്ചു. എന്താ ബാലൻസ് ഷീറ്റ് എന്നുള്ളത്? ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ അസറ്റുകൾ എത്ര, ലയബിലിറ്റി എത്ര, ക്യാപിറ്റൽ എത്ര എന്ന് പ്രോപ്പറായി എഴുതി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ബാലൻസുകളുടെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പ്രത്യേകത എന്താ? അക്കൗണ്ടിങ് ഇക്വേഷൻ ഇത് പ്രൂവ് ചെയ്യുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ഇത് പ്രൂവ് ചെയ്യുന്നു. ഈ ബാലൻസ് ഷീറ്റ് ഏത് ഓർഡറിൽ പ്രിപ്പയർ ചെയ്യണം, അതിനെയാണ് മാർഷലിംഗ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? രണ്ട് തരത്തിൽ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയ്തർ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് ഓർ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഓർഡർ ഓഫ് പെർമനൻസിൽ പ്രിപ്പയർ ചെയ്യാം, ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിലും പ്രിപ്പയർ ചെയ്യാം. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകളായിരിക്കും ആദ്യം എഴുതുക. ക്ലിയർ അല്ലേ? ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നിവയായിരിക്കും അസറ്റ് സൈഡിൽ ആദ്യം എഴുതി വരിക. ലയബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോഴും ഏറ്റവും ആദ്യം പേ ചെയ്യേണ്ട ലയബിലിറ്റികളായിരിക്കും അവിടെ എഴുതുക.
അപ്പോൾ ക്യാപിറ്റലൊക്കെ ഏറ്റവും അവസാനമേ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിൽ വരത്തുള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. ഏറ്റവും പെർമനൻ്റ് ആയിട്ടുള്ള അസറ്റുകൾ ആദ്യം എഴുതും, ഫിക്സഡ് അസറ്റ് ആദ്യം എഴുതും, അതിനുശേഷം കറണ്ട് അസറ്റ് എഴുതും. ആ രീതിയിലാണ് അസറ്റ് സൈഡ് പോവുക. ലയബിലിറ്റി കേസിൽ ഏറ്റവും അവസാനം പേ ചെയ്യേണ്ടുന്ന ലയബിലിറ്റികൾ ആദ്യം എഴുതും, ക്യാപിറ്റൽ ആദ്യം എഴുതും, പിന്നീട് ലോങ് ടേം ലയബിലിറ്റി എഴുതും, പിന്നീട് ഷോർട്ട് ടേം ലയബിലിറ്റി എഴുതും. ഓക്കെ ആണോ? ഇതാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. ഏത് രീതിയിൽ ബാലൻസ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യണം. രണ്ട് രീതികളുണ്ട്, ഓർഡർ ഓഫ് പെർമനൻസും ഉണ്ട്, ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ഉണ്ട്. സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത് ഓർഡർ ഓഫ് പെർമനൻസ് ആണ്. നമ്മുടെ നോട്ടിനകത്ത് ഇത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? സോ മാർഷലിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലോജിക്കൽ അറേഞ്ച്മെന്റ് ഓർ ഓർഡറിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ അല്ലേ? ബാലൻസ് ഷീറ്റിൽ ലോജിക്കലി അസറ്റിനെ ലയബിലിറ്റിയെയും അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർഷലിംഗ് എന്ന് പറയുന്നത്. മാർഷലിംഗ് ഓഫ് അസറ്റ് എങ്ങനെ നടത്താം? ആർ അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ദെയർ ലിക്വിഡിറ്റി ഓർ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. അതും കൂടെ അവിടെ ആഡ് ചെയ്തോണേ. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അതുപോലെ തന്നെ ഓർഡർ ഓഫ് പെർമനൻസ്, ഈ രണ്ട് രീതിയിൽ മാർഷലിംഗ് ഓഫ് അസറ്റ് നടത്താം. മാർഷലിംഗ് ഓഫ് ലയബിലിറ്റിയും എയ്തർ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, മാർഷലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ അറേഞ്ച്മെന്റ് ഓർ ഓർഡറിംഗ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ് ആണ്. രണ്ട് രീതിയിൽ മാർഷൽ ചെയ്യാം, എയ്തർ ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ഓർ ഇൻ ഓർഡർ ഓഫ് പെർമനൻസ്. ഓക്കെ ആണോ? അതായിരുന്നു മാർഷലിംഗ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹെഡിങ്ങുകൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫിക്സഡ് അസറ്റുകൾ എഴുതുമ്പോൾ മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് മുന്നേ ഒരു ഹെഡിങ് കൊടുക്കുന്നു, ഫിക്സഡ് അസറ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. അതാണ് ഗ്രൂപ്പിംഗ്. ഒരു ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു, ഒരു ഹെഡിങ് കൊടുത്ത് ഒരു ഗ്രൂപ്പായി തിരിക്കുന്നു. അതാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, മാർഷലിംഗേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ മാർഷലിംഗ് നടത്താനുള്ള രണ്ട് വഴികൾ ഏതൊക്കെയാ? ഓർഡർ ഓഫ് പെർമനൻസ്, ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. സാധാരണഗതിയിൽ ഓർഡർ ഓഫ് പെർമനൻസിലായിരിക്കും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ നടത്തുക. മൂന്നാമത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്നുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്താണെന്നുള്ളത്. ക്ലിയർ ആണോ? ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ആരാണ് സാധാരണ ഉപയോഗിക്കുക? ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷൻ ഉള്ള ഓർഗനൈസേഷൻസ്, ഫോർ എക്സാമ്പിൾ KSEB അതുപോലെയുള്ള ഓർഗനൈസേഷൻസ്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും ഉപരി പബ്ലിക്കിന് സേവനം നൽകുക എന്നുള്ളതായിരിക്കും. ക്ലിയർ ആണ്? സർവീസ്, അതായിരിക്കും അവരുടെ മോട്ടീവ്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഗവൺമെന്റിന്റെ പാർട്ടിസിപ്പേഷനും ഉണ്ടായിരിക്കും. ഇത്തരം ഓർഗനൈസേഷൻസ് അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം അല്ല, അത് വേറെ. ഇത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഇതിന്റെ പ്രത്യേകത, ഈ അക്കൗണ്ട് സിസ്റ്റം പ്രകാരം രണ്ട് അക്കൗണ്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ റവന്യൂ അക്കൗണ്ടും. ക്യാപിറ്റൽ അക്കൗണ്ടും റവന്യൂ അക്കൗണ്ടും. ക്ലിയർ ആണോ? A double account system is a method of accounting used primarily by government or non-profit organization where accounts are maintained in two separate parts. രണ്ട് സെപ്പറേറ്റ് പാർട്ടായിട്ടായിരിക്കും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും റവന്യൂ അക്കൗണ്ട് എന്നും. ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തൊക്കെ കാണും? എല്ലാത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീറ്റുകളും ഇവിടെ എഴുതിയിരിക്കും. അതായത് നിങ്ങൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്താൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാ. അസറ്റ് വിറ്റിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ അത് ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ഇതെല്ലാം അവിടെ എഴുതും. ക്ലിയർ ആണോ? നിങ്ങളുടെ അസറ്റ്, ലയബിലിറ്റി എല്ലാ കാര്യങ്ങളും ക്യാപിറ്റൽ നേച്ചറിലുള്ളതെല്ലാം അവിടെ എഴുതും. റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ നേച്ചറിലുള്ള നിങ്ങളുടെ ഓപ്പറേഷണൽ ഇൻകം, നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എക്സ്പെൻസ്, അതെല്ലാം റവന്യൂ അക്കൗണ്ടിലും എഴുതും. ക്ലിയർ ആണോ? സോ ഇത്തരത്തിൽ ക്യാപിറ്റലിനെ റവന്യൂവിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. അതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ആരാ ഉപയോഗിക്കുന്നത്? ഗവൺമെന്റും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ പ്രോപ്പറായി ട്രാക്ക് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയാൽ മതി. റവന്യൂ ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ്? റവന്യൂ അക്കൗണ്ടും നോക്കിയാൽ മതി. സോ ഇതാണ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു 3 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അടുത്തത്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ഇക്വലന്റ് പ്രൊഡക്ഷൻ ഓർ ഔട്ട്പുട്ട്? ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഇക്വലന്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും എവിടെയാണ് നമ്മളിത് കണ്ടത്? പ്രോസസ് കോസ്റ്റിംഗിലാണ് കണ്ടത്. പ്രോസസ് കോസ്റ്റിംഗിൽ അല്ലേ? പ്രോസസ് കോസ്റ്റിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇക്വലന്റ് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളത് പഠിച്ചായിരുന്നു, നോട്ടിൽ അത് തന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 100 യൂണിറ്റ് ഉണ്ട്, അത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. 100 യൂണിറ്റ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്.
ക്ലിയർ ആണോ? ഈ 100 യൂണിറ്റിൻ്റെ എത്ര ശതമാനം വർക്കാണ് കംപ്ലീറ്റ് ആയത്? 60% വർക്കേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, 40% കംപ്ലീറ്റ് ആയിട്ടില്ല. ക്ലിയർ ആണോ? അപ്പോൾ 100 യൂണിറ്റ് ഉണ്ട്, 60% കംപ്ലീറ്റ് ആയുള്ളൂ. ഇതിൻ്റെ ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കംപ്ലീറ്റ് ആകാത്ത 100 യൂണിറ്റ് കംപ്ലീറ്റ് ആയ എത്ര യൂണിറ്റിന് തുല്യമാണ്. പിടികിട്ടിയോ? കംപ്ലീറ്റ് ആകാത്ത 100 യൂണിറ്റ് കംപ്ലീറ്റ് ആയ എത്ര യൂണിറ്റിന് തുല്യമാണ്? 100 യൂണിറ്റ് 60% കംപ്ലീറ്റ് ആയത്. അപ്പം 100 × 60%, 60 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ അവിടെ കൺക്ലൂഷൻ 100 എന്താ പറയുന്നത്, വർക്ക് ഇൻ പ്രോഗ്രസ്, കംപ്ലീറ്റ് ആകാത്ത, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകാത്ത 100 യൂണിറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയ 60 യൂണിറ്റ്. ക്ലിയർ ആണോ? 100 വർക്ക് ഇൻ പ്രോഗ്രസ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 60 ഫിനിഷ്ഡ് യൂണിറ്റ്സ്. ഓക്കെ ആണോ? ആ 60 യൂണിറ്റ്സ് എന്നുള്ളതാണ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. പിടികിട്ടിയോ? അതിനെ ആ ഇക്വലന്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇക്വലന്റ് ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നത്. So equivalent production or equivalent output is a concept used in process costing to express the work done on partially completed unit in term of fully completed unit. പിടികിട്ടിയോ? പാർഷ്യലി കംപ്ലീറ്റഡ് യൂണിറ്റിൽ എത്ര വർക്ക് നടന്നു ഇൻ ടേംസ് ഓഫ് ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ്, അത് എത്ര ഫുള്ളി കംപ്ലീറ്റഡ് യൂണിറ്റ് തുല്യമാണ്. 100 യൂണിറ്റിൽ 60% വർക്ക് നടന്നത് 60 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് തുല്യമാണ് എന്നാണ് അവിടെ പറയുന്നത്. സോ ഈ 100 യൂണിറ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിനെ 60 ഫുള്ളി ഫിനിഷ്ഡ് യൂണിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം, എന്നിട്ട് കോസ്റ്റിംഗ് നടത്താം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? കോസ്റ്റിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈക്വലന്റ് പ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതാണ് ഈക്വലന്റ് പ്രൊഡക്ഷൻ ഓർ ഔട്ട്പുട്ട്. അടുത്തത് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ടു കമ്പ്യൂട്ട് ഇറ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലിയർ ആണോ? അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനം അല്ലെങ്കിൽ സേവനം ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പം ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഓൺ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ്, അതിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? എല്ലാത്തരം ഡയറക്റ്റ് മെറ്റീരിയലുകൾ, ഡയറക്റ്റ് ലേബറുകൾ, ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇത് മൂന്നും അതിനകത്ത് ഉൾപ്പെടും. പ്രൈം കോസ്റ്റ് എന്നതിനെ വിളിക്കാം, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ലേബർ പ്ലസ് എക്സ്പെൻസസ്. സോ ഈ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ആദ്യം ഈ 3 ഉൾപ്പെടും, പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടും, പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കുക. ഇപ്പം നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ക്ലിയർ ആണോ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് സാധാരണ ഇത് കണ്ടെത്തുക, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്നിട്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ് പ്ലസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. സോ ഇതാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു. എന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് എ പ്രോഡക്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നും താഴെ എഴുതി. ക്ലിയർ ആണോ? സോ അതിന് ആൻസർ ചെയ്തിരിക്കുന്ന രീതി കണ്ടോ? ആദ്യം വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു, കമ്പ്യൂട്ടേഷൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. ആറാമത്തത് വാട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ് ഫണ്ട്. എന്താണ് ക്യാപിറ്റൽ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്? ക്ലിയർ ആണോ? റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റാ. പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ചെയ്തതായിരിക്കും. ക്ലിയർ ആണോ? ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടായിരുന്നു. അസറ്റിന് 10,000 രൂപയാണ്, പക്ഷേ എനിക്കത് 15,000 രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചു. അസറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല, എൻ്റെ കയ്യിലുള്ള ഒരു അസറ്റാണ്. അതെനിക്ക് വേണ്ട, ഞാനത് വിറ്റു. ഓക്കെ ആണോ? എൻ്റെ ജോലി അസറ്റ് വിൽക്കുന്നതല്ല, അത് ഞാൻ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. എനിക്കിപ്പോൾ അത് വേണ്ട, ഞാൻ എന്ത് ചെയ്തു? അത് വിറ്റത് ലാഭത്തിന് വിൽക്കാൻ സാധിച്ചു. 10,000 രൂപയുടെ അസറ്റ് എനിക്ക് 15,000 വിൽക്കാൻ സാധിച്ചു. സോ ഈ എക്സ്ട്രാ 5,000 എൻ്റെ ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ഓക്കെ ആണോ? എക്സ്ട്രാ 5,000 എൻ്റെ എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. ഈ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ഞാൻ ഭാവിയിലെ എന്തെങ്കിലും ഒരു കണ്ടിജൻസിയെ ഫേസ് ചെയ്യാൻ വേണ്ടി ഒരു പോർഷൻ മാറ്റിവെച്ചാൽ, കരുതൽ ധനമായി മാറ്റിവെച്ചാൽ അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ക്യാപിറ്റൽ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്.
which are profit, capital profit എന്ന് പറയുന്നത് എന്താ? Profit earned from non-operational source such as sale of fixed asset, revaluation of asset or premium on shares issued, etc. നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്തു, ഷെയറിന് പ്രീമിയം കിട്ടി, 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു, അപ്പോൾ പെർ ഷെയർ 2 രൂപ പ്രീമിയം കിട്ടി. ഈ 2 രൂപ പ്രീമിയം നിങ്ങളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ക്ലിയർ ആണോ? സോ ഇതിനകത്തു നിന്നൊക്കെ നിങ്ങൾ വക മാറ്റുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് വിളിക്കുന്നത്. ഈ ക്യാപിറ്റൽ റിസർവ് നിങ്ങൾ ഡിവിഡൻറ്റിനോ മറ്റു കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും തന്നെ ഉപയോഗിക്കത്തില്ല. ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻറ്റ് ബട്ട് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കമ്പനി. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാനാണ്. ഭാവിയിൽ എന്തെങ്കിലും ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ റിസർവ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ക്യാപിറ്റൽ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓണറേറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ക്ലിയർ ആണോ? ഓണറേറിയം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു വ്യക്തി കാണും അല്ലേ? ഒരു മാനേജിങ് ഡയറക്ടറോ ആരെങ്കിലും കാണും. അദ്ദേഹത്തിൻ്റെ സർവീസിന്, അദ്ദേഹത്തിൻ്റെ വോളണ്ടറി സർവീസിന് കൊടുക്കുന്ന ഒരു പാരിതോഷികം, ഒരു പേയ്മെൻ്റ് ആണ് ഓണറേറിയം. ശമ്പളം എന്ന് വിളിക്കത്തില്ല. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ശമ്പളം എന്ന് വിളിക്കാൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓണറേറിയം എന്ന് വിളിക്കും. Honorarium is a token payment made for service rendered when no fee is stipulated or when the service is voluntary or occasional. ഒരു വ്യക്തി നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സർവീസ് ചെയ്യുകയാണ്, അത് വോളണ്ടറി സർവീസാണ്, അയാൾ അതിന് പേയ്മെൻ്റ് ഒന്നും ആവശ്യപ്പെടുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് കൊടുക്കുന്ന ഒരു പേയ്മെൻ്റ് ആണ് ഓണറേറിയം. ക്ലിയർ ആണോ? അദ്ദേഹത്തിൻ്റെ സർവീസിനെ നമ്മൾ ഓണർ ചെയ്യുകയാണ്. ഓക്കെ ആണോ? ഈ ഓണറേറിയത്തിനെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? ഓണറേറിയം ഈസ് പെയ്ഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ്. എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ആയിരിക്കും ഓണറേറിയം കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ എക്സ്പെൻസ് ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യും. എവിടെ കൊണ്ട് കാണിക്കും? ഡെബിറ്റഡ് ടു P&L അക്കൗണ്ട്. അവരുടെ P&L അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? P&L അക്കൗണ്ട് അല്ല, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് അത് ഡെബിറ്റ് ചെയ്യും. ക്ലിയർ ആണോ? യെസ്. അത് പേയ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് ക്യാഷ് ഓർ ബാങ്കിലേക്ക് പോകും. സോ ഓണറേറിയം എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്നുള്ള രീതിയിൽ വരാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. P&L അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യത്തില്ല. അത് അവിടെ ഒരു മിസ്റ്റേക്ക് ആണ്. കാരണം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരിക്കലും പ്രോഫിറ്റോ ലോസോ ഉണ്ടാകത്തില്ല, സർപ്ലസും ഡെഫിസിറ്റോ ഉണ്ടാകത്തുള്ളൂ. സോ P&L അക്കൗണ്ട് അവിടെ വരത്തില്ല. ഓക്കെ ആണോ? P&L അക്കൗണ്ട് അവിടെ വരത്തില്ല. എല്ലാ തരം ക്യാഷ് പേയ്മെൻറ്റുകൾ എവിടെ പോകും? റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പോകും. അതിനകത്ത് ആ പെർട്ടിക്കുലർ പീരീഡിൽ മാത്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. സോ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. P&L അക്കൗണ്ട് എന്നുള്ളതല്ല അവിടെ വരുന്നത്, ആ പെർട്ടിക്കുലർ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിലേക്കാണ് ഇത് പോകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വോയേജ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു വോയേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സാണ്. ഒരു സാധനം ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അൺഫിനിഷ്ഡ് ആണ് ഈ വോയേജ് എങ്കിൽ ഇതിനെയാണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Voyage in progress refers to unfinished voyage in shipping or transport account where expenses and earnings are recorded for a voyage that has not been completed by the end of an accounting period. ഈ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന ആ ഒരു സമയത്ത് ഈ വോയേജ് കംപ്ലീറ്റഡ് ആയിട്ടില്ല. ഓക്കെ ആണോ? ഈ വോയേജ് സ്റ്റിൽ ഇൻ പ്രോഗ്രസ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് വോയേജ് ഇൻ പ്രോഗ്രസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. What do you mean by special or restricted crossing? Special crossing അല്ലെങ്കിൽ restricted crossing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലിയർ ആണോ? എന്താണ് സ്പെഷ്യൽ ക്രോസിംഗ് ഓർ റെസ്ട്രിക്റ്റഡ് ക്രോസിംഗ്? A special or restricted crossing on a check means adding specific instruction to the check to limit the manner in which it can be encashed or deposited. അതായത് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, ഏത് രീതിയിൽ ആ ചെക്ക് നമുക്ക് എൻകാഷ് ചെയ്യാം, അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ക്രോസിങ്ങിലൂടെ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. അതിനെ റെസ്ട്രിക്റ്റഡ് ക്രോസിംഗ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. Usually this involved writing the name of a bank between two parallel lines. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇടയ്ക്ക് ബാങ്കിൻ്റെ പേര് എഴുതുന്നു ചെക്കിൽ. അങ്ങനെയാണ് ക്രോസിംഗ് നടത്തുന്നത്. ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ,
ഈ ഒരു എന്താ പറയുന്നത്, ടു എൻഷുർ ദ ചെക്ക് ഈസ് ഡെപ്പോസിറ്റഡ് ഓൺലി ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ പേയി ത്രൂ ദ നെയിംഡ് ബാങ്ക്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു ബാങ്കിലൂടെ ഇന്ന വ്യക്തിയിലേക്കാണ് ആ പൈസ പോകേണ്ടത്, ഈ ഒരു ബാങ്കിലൂടെ മാത്രം പോയാൽ മതി, ഇന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ മാത്രം അത് കയറാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു റെസ്ട്രിക്റ്റഡ് ക്രോസിംഗ് നടത്തി ആ ബാങ്കിൻ്റെ പേരും ആരുടെ അടുത്തേക്ക് പോകണമെന്നുള്ള കാര്യം അവിടെ എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സോ ഇവിടെ ഫ്രോഡ് നടക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ചുകൂടെ എക്സ്ട്രാ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ചെക്ക് എങ്ങനെ എൻക്യാഷ് ചെയ്യണം, ഏത് രീതിയിൽ അതിൻ്റെ പൈസ കൊടുക്കണം, ഏത് അക്കൗണ്ടിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യണം, ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായി ഇൻസ്ട്രക്ഷൻ നൽകുന്നതിനെയാണ് റെസ്ട്രിക്റ്റഡ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഒരു ക്രോസിങ്ങിലൂടെ ഇൻസ്ട്രക്ഷൻ നൽകുകയാണ്, ഇന്ന ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, ഇന്ന ബാങ്കിൽ ഇന്ന ആളുടെ അക്കൗണ്ടിൽ തന്നെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതാണ് സ്പെഷ്യൽ ഓർ റെസ്ട്രിക്റ്റഡ് ക്രോസിംഗ്. അടുത്തത് നമ്മുടെ ക്യാഷ് ബുക്കുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കോൺട്രാ എൻട്രി എന്താണ്? ലിസ്റ്റ് ഡൗൺ ദ സിറ്റുവേഷൻ വെയർ കോൺട്രാ എൻട്രീസ് ആർ നീഡഡ്. കോൺട്രാ എൻട്രി എന്താണ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോൺട്രാ എൻട്രി നീഡഡ് ആയിട്ട് വരുന്നത്? എന്താണ് ഒരു കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്? ക്യാഷിനെയും ബാങ്കിനെയും ഒരേ സമയം അഫക്റ്റ് ചെയ്യുന്ന, ക്യാഷ് കോളത്തിനെയും ബാങ്ക് കോളത്തിനെയും ഒരേ സമയം അഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Contra entry records simultaneously in the cash book as both a debit and credit but in different column cash and bank. ഒരേ സമയം ഇത് ക്യാഷിനെയും ബാങ്ക് കോളത്തിനെയും എഫക്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ സിറ്റുവേഷനിലാണ് കോൺട്രാ എൻട്രി വരുന്നത്? ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ, ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഇവിടെയൊക്കെയാണ് കോൺട്രാ എൻട്രി വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? സോ സിറ്റുവേഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. വെൻ ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ബാങ്ക് കോളത്തിലും വരും ക്യാഷ് കോളത്തിലും വരും. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, രണ്ട് കോളത്തിലും ക്യാഷ് ബുക്കിൽ വരും. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, SBIയിൽ നിന്ന് കാനറ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കാനറ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു SBI, കാനറ ബാങ്ക് കൂടി SBIയിൽ കുറഞ്ഞു. ക്ലിയർ ആണോ? അതെവിടെ വരും? ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും വരും. ഓക്കെ അല്ലേ? യെസ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻ. ഇനി ബാങ്ക് ചാർജ് ഡയറക്ട്ലി ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിയർ ആണോ? വെൻ ബാങ്ക് ചാർജ് ഓർ ഇൻട്രസ്റ്റ് ഈസ് ഡയറക്ട്ലി ഡിഡക്റ്റഡ് ബൈ ദ ബാങ്ക് ബട്ട് അഡ്ജസ്റ്റഡ് ഇൻ ക്യാഷ് ബുക്ക്, അത് ഡയറക്ട്ലി ക്യാഷ് ബുക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെയർ സിറ്റുവേഷൻ ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ബാങ്കും ക്യാഷും എഫക്റ്റഡ് ആവുകയാണെങ്കിൽ കോൺട്രാ എൻട്രി വരും. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ജേർണൽ എൻട്രി ആണോ ബാങ്കും ക്യാഷും ഏതൊരു ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നത്, അത് ബാങ്ക് കോളത്തിനെയും ക്യാഷ് കോളത്തിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള എൻട്രിയെ കോൺട്രാ എൻട്രി എന്ന് വിളിക്കാം. അതാണ് കോൺട്രാ എൻട്രി. ഇവിടെ അവർ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് സിറ്റുവേഷൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യുകയും ചെയ്തു.